പെറ്റ നാടിനോടുള്ള കടപ്പാടും സ്വന്തം ചോരബന്ധങ്ങളോടുള്ള ബഹുമാനവും ഒരേ നിമിഷത്തിൽ ഒരു ഫുട്ബോൾ മൈതാനത്ത് പ്രകടമായാൽ എങ്ങനെയിരിക്കും? 2026 ലോകകപ്പിൽ സ്വീഡന്റെ ജേഴ്സിയിൽ അരങ്ങേറിയ യാസിൻ അയാരി എന്ന മിഡ്ഫീൽഡ് മാന്ത്രികൻ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് അങ്ങനെയൊരു നിമിഷമാണ്. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ടുണേഷ്യയുടെ വലകുലിക്കിയ ശേഷം അദ്ദേഹം എന്തുകൊണ്ടാണ് ആഘോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയത്? താൻ തോൽപ്പിച്ച എതിരാളികളുടെ രാജ്യവുമായി അയാരിക്കുണ്ടായിരുന്ന ആ രഹസ്യബന്ധം എന്തായിരുന്നു? ആ ഗോളോടെ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഈ 22-കാരന്റെ വേരുകളിലേക്ക് നോക്കിയാൽ വിസ്മയിപ്പിക്കുന്ന ഒരു കഥ കാണാം. ഈ നിമിഷത്തെ കൂടുതൽ വികാരഭരിതമാക്കിയത് അയാരിയുടെ കുടുംബത്തിന്റെ പശ്ചാത്തലമാണ്. ടുണേഷ്യൻ പിതാവിനും മൊറോക്കൻ മാതാവിനും ജനിച്ച അദ്ദേഹം സ്വീഡനിലാണ് വളർന്നത്. ഒരു കാലത്ത് ടുണേഷ്യയ്ക്ക് വേണ്ടി കളിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നുവെങ്കിലും തന്നെ വളർത്തിയ രാജ്യമായ സ്വീഡനെ പ്രതിനിധീകരിക്കാനാണ് അയാരി തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് അദ്ദേഹത്തിന്റെ പിതാവിന് പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. മത്സരത്തിൽ ഒരു ഗോളിലൊതുങ്ങാതെ അവസാനത്തെ നിമിഷത്തിൽ മറ്റൊരു മനോഹര ഗോൾ കൂടി നേടി സ്വീഡന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച താരം തന്റെ കഴിവ് ലോകകപ്പ് വേദിയിൽ തെളിയിക്കുകയും ചെയ്തു. എന്നാൽ ആരാധകരെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് അദ്ദേഹത്തിന്റെ ഗോൾ ആഘോഷമല്ലായിരുന്നു എന്ന് പറയാം. പിതാവിന്റെ മാതൃരാജ്യത്തിനെതിരെ ഗോൾ നേടിയിട്ടും എതിരാളികളോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ച അയാരി ഫുട്ബോൾ വെറും മത്സരമല്ലെന്നും അത് മനുഷ്യബന്ധങ്ങളുടെയും വികാരങ്ങളുടെയും കഥ കൂടിയാണെന്നും ലോകത്തെ ഓർമ്മിപ്പിച്ചു. ലോകകപ്പിൽ ഗോളുകൾ പലരും നേടും, റെക്കോർഡുകൾ പലരും തകർക്കും. പക്ഷേ എല്ലാ ഗോളുകൾക്കും ഒരു കഥ പറയാനാകില്ല. യാസിൻ അയാരിയുടെ ആ ഷോട്ട് ടുണേഷ്യയുടെ വല കുലുക്കിയെങ്കിലും അത് ആരുടെയും ഹൃദയം വേദനിപ്പിച്ചില്ല. കാരണം ആ നിമിഷത്തിൽ വിജയിച്ചത് ഒരു ടീം മാത്രമായിരുന്നില്ല, സ്വന്തം വേരുകളെ മറക്കാത്ത ഒരു മനുഷ്യന്റെ മൂല്യങ്ങളും കൂടിയായിരുന്നു. സ്വീഡന്റെ ജേഴ്സി അണിഞ്ഞ് കളിച്ചെങ്കിലും തന്റെ ടുണേഷ്യൻ പാരമ്പര്യത്തോട് ആദരവ് കാട്ടിയ അയാരി ലോകത്തോട് പറഞ്ഞത് ഒരു വലിയ സന്ദേശമാണ്. എത്ര ഉയരത്തിലെത്തിയാലും നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് തന്നെ ലോകകപ്പ് ചരിത്രത്തിൽ ഈ ഗോൾ ഒരു സ്കോറായി മാത്രമല്ല, ഹൃദയങ്ങളെ സ്പർശിച്ച ഒരു കഥയായി ഓർമ്മിപ്പിക്കപ്പെടും.